ഹലോ, ഇന്ന് നമുക്ക് നല്ല നാടൻ പഴംപൊരി ഉണ്ടാക്കിയാലോ. പുറംഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി ഒരു കേരള സ്റ്റൈൽ നാടൻ പഴംപൊരി. ഇത് നമ്മളെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇതിനായിട്ട് ഞാനിവിടെ 5 പഴമാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3/4 കിലോ പഴം ഉണ്ടാവും. അതിതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു 3 പാർട്ടാക്കിയിട്ട് മുറിക്കാം. ഇതുപോലെ നീളത്തിൽ. നല്ല തടിയുള്ള പഴമൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3-4 പീസാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ, ഇതുപോലെ നീളത്തിൽ. അപ്പോൾ അത് നിങ്ങളെ തിക്നെസ്സിനനുസരിച്ചിട്ട് പഴത്തിൻ്റെ ആ ഒരു തിക്നെസ്സിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു അളവിൽ എനിക്ക് 16 പഴമാണ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ 16 പഴംപൊരി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതാ പഴംപൊരിയുടെ മാവ് മിക്സിംഗ് ആണ്. അപ്പോൾ അതിനായിട്ടൊരു ബൗളെടുക്കുക. അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമ്മുടെ സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഞാനിപ്പോൾ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. കാരണം പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ, അതായത് മാവിന് കുറച്ചേ മധുരം വേണ്ടൂ, അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അവസാനമായിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റും ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ സോഫ്റ്റും എല്ലാം കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ തട്ടുകട പഴംപൊരിൻ്റെ, അതാണിത്. 1/4 കപ്പ് ഇഡലി ദോശ ബാറ്റർ ഉണ്ടല്ലോ, നമ്മളെ പുളിച്ച മാവ് ഉഴുന്നിൻ്റെ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. 1/4 കപ്പ് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉണ്ടാവും. നിങ്ങളുടെ അടുത്ത് യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതൊരു നുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പം മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളം വീതം നമുക്ക് ഒഴിച്ച് നല്ലോണം കലക്കി നല്ലൊരു മാവിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കലക്കി കഴിഞ്ഞാൽ ബാറ്റർ നല്ലോണം ലൂസായി പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമുക്ക് മാവ് കലക്കാം. അപ്പോൾ സ്പൂണ് നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ ആ സ്പൂണിൽ ഒട്ടിപ്പിടിക്കണം ഈ ഒരു മാവ്. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ കലക്കാം കേട്ടോ. ഇനി പണിയൊന്നുമില്ല. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പഴം നമ്മളിത് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് പൊരിക്കുക. ഇത്രയേ പണിയുള്ളൂ കേട്ടോ. അപ്പം ബാറ്ററി ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ടിതാ ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂട് വേണം. അപ്പോൾ ഞാനിപ്പോൾ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ബാറ്റർ ഒന്ന് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിനോ നോക്കാനാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അധികം എണ്ണ ഒന്നും കുടിക്കൂല. പഴം നന്നായിട്ട് മുങ്ങിപ്പൊരിയാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ എടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ പണിയൊന്നുമില്ല, സാധാരണ പോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. അത്രേ പണിയുള്ളൂ കേട്ടോ. നല്ല അടിപൊളി തട്ടുകട ബനാന ഫ്രൈ ആണിത്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഫ്ലോപ്പ് ആവേയില്ല. ഇത് നമുക്ക് ബിഗ്നേഴ്സിന് പോലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത്രയും എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഴംപൊരി ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന, പുറത്തുനിന്ന് 10-15 ഉറുപ്പ്യക്കെല്ലാം നമ്മളിത് മേടിച്ചിട്ട് കഴിക്കുമ്പോൾ വെറുതെ അല്ലേ. വെറുതെ വീട്ടിൽ 1 കിലോ പഴം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാണ്ടിറ്റി തന്നെ പഴം പൊരിച്ചെടുക്കുകയും ചെയ്യാം, ആ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാ പഴംപൊരി ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നില്ലേ, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഇതാ ഒരു ബാച്ച് മൊത്തമായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. എൻ്റെ ചീനച്ചട്ടിക്ക് ഇത്രയും വലുപ്പമുള്ളൂ, അതുകൊണ്ട് 3 പീസായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്.
അങ്ങനെ എല്ലാ പഴംപൊരി ഇതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ടും ഈസി മെത്തേഡിലൂടെ നമുക്ക് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കയ്യിൽ ആ പുളിച്ച മാവുണ്ടെങ്കിൽ കുറച്ച് എടുത്ത് വെക്കുക. ഇഡ്ഡലിയും ദോശയൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ മാവ് അരച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അത്രേ വേണ്ടൂ. എന്നിട്ട് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് അത് എടുക്കാമല്ലോ. ഏകദേശം മാവൊക്കെ എന്തായാലും ഒരാഴ്ച വരെ നമുക്ക് ബാറ്ററി എടുക്കാമല്ലോ. അപ്പോൾ വൈകുന്നേരം പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 1/4 കപ്പ് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ക്രഞ്ചിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു പഴംപൊരി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.